പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആരോഗ്യത്തിൻ്റെ നിലവിളക്കായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയും മാനസിക സമ്മർദ്ദവും കാരണം പ്രായഭേദമന്യേ പലരെയും അലട്ടുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ. മരുന്നുകൾ സ്ഥിരമായി കഴിക്കേണ്ടി വരുന്ന അവസ്ഥ, ഭക്ഷണ ക്രമീകരണങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, രോഗം മൂലം ശരീരത്തിനുണ്ടാകുന്ന തളർച്ച, ഇവയൊക്കെ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാകാം. നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന വചനം നമുക്ക് ധ്യാനിക്കാം. ദൈവം നമുക്ക് നൽകിയ ഈ ശരീരത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ബലഹീനതകളും നിയന്ത്രണമില്ലാത്ത ശീലങ്ങളും മാറ്റാൻ ഈശോ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവയുടെ സ്വാഭാവികമായ ആരോഗ്യത്തിലേക്ക് തിരികെ വരട്ടെ. കൃപാസനം രാജ്ഞി, ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലാകട്ടെ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥികളെ അമ്മ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തണമേ. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാകട്ടെ. രക്തധമനികളിലെ തടസ്സങ്ങൾ നീക്കി കൊളസ്ട്രോൾ അളവ് ക്രമീകരിക്കണമേ. മരുന്നുകൾ കൃത്യമായി പാലിക്കുവാനും രോഗത്തിൻ്റെ സങ്കീർണതകളിൽ നിന്ന് സംരക്ഷിക്കുവാനും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, ഭക്ഷണ ക്രമീകരണങ്ങളിൽ നിയന്ത്രണം പാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നാവിലെ രുചികളേക്കാൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുവാൻ കൃപ നൽകണമേ. വ്യായാമം ചെയ്യുവാനും മടി കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനും അവർക്ക് ഉന്മേഷം നൽകണമേ. അമിതവണ്ണം കാരണം കഷ്ടപ്പെടുന്നവർക്ക് ശരീരഭാരം കുറയ്ക്കുവാനും ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും സഹായിക്കണമേ. തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വിടുതൽ നൽകണമേ. ശരീരത്തിലെ മെറ്റബോളിസം സാധാരണ നിലയിലാകട്ടെ. പ്രത്യാശയുടെ നിലവിളക്കെ, ജീവിതത്തിലെ തിരക്കുകളും ടെൻഷനും മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. മനസ്സ് ശാന്തമാകട്ടെ. രോഗത്തെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ മാറ്റണമേ. ഞാൻ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ് എന്ന പോസിറ്റീവ് ചിന്ത അവരിൽ നിറയ്ക്കണമേ. പ്രായമായവർക്കും ഈ രോഗങ്ങളാൽ തളർന്നു പോയവർക്കും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ കൃപയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും നല്ല ശാരീരിക ആരോഗ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.